എൻ്റെ പേര് സൗമ്യ സന്തോഷ്. ആദ്യമായി തന്നെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഓർത്ത് ഒരു കോടി നന്ദി ഞാൻ പറയുന്നു. 2020 ഞാൻ ഫോൺ വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിച്ചു. നിയോഗങ്ങളൊന്നും അല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് മാതാവിൻ്റെ അടുത്തേക്ക് വരണം, എനിക്ക് വരാൻ ആരുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വരാനോ അല്ലെങ്കിൽ പോകാനോ അങ്ങനെ വഴികളൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോയുള്ള പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവേ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം, അത് ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും ഞാനൊരു പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കൃപാസനത്തിൻ്റെ പേപ്പർ കിട്ടി. ഞാൻ ആ പേപ്പർ മുഴുവനുമായി വായിച്ചു. അതിനുശേഷം ഞാനിവിടെ 2023 ജൂൺ 1 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അതിൽ 6 നിയോഗങ്ങൾ എഴുതി. അതിലാദ്യത്തേത്, ഞാൻ 8 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു ഭവനം വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം തന്നാൽ മതി, അതിൽ ചെറിയൊരു ഭവനം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വരണേൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് ഒരു ഭവനം പോയി കാണാനും ഒരു സ്ഥലവും വീടും കൂടി ഉള്ളത് പോയി കാണാനും, അത് എനിക്ക് എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ 3000 രൂപ ടോക്കൺ കൊടുത്ത് ഞാനത് അഡ്വാൻസ് എഴുതുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് അത് കച്ചവടമായെന്ന് ചോദിച്ചാൽ എനിക്ക് അത് അറിയില്ല. മാതാവ് എനിക്ക് എൻ്റെ കുറികളായാലും എല്ലാ കാര്യങ്ങളായാലും മാതാവ് എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് വേഗം വേഗം തന്നു. 6 മാസത്തെ കരാർ എഴുതിയിട്ട് 5 മാസത്തെ കരാർ കൊണ്ട് ഞാൻ പൈസ കൊടുക്കുകയും അതുമൂലം 5 സെൻറ്റ് സ്ഥലത്തിന് പകരം മാതാവ് എനിക്ക് 13.5 സെൻറ്റ് സ്ഥലവും തന്നു, ഒരു നല്ല 2 നില ഭവനവും തന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അതിന് ഒരു കോടി നന്ദി. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത്, എനിക്ക് കുറേ നാളുകളായിട്ടുള്ള തലവേദനയാണ്. അത് മാറണുണ്ടായിരുന്നില്ല. ശക്തമായിട്ട് തലവേദന, യാത്ര ചെയ്യാൻ പറ്റില്ല, ശബ്ദങ്ങൾ അധികം കേൾക്കാൻ പറ്റില്ല, അങ്ങനെ എപ്പോഴും ഭയങ്കര തലവേദന. ഞാൻ ഇവിടെ വന്നിട്ട് നിയോഗത്തിൽ എഴുതിയായിരുന്നു തലവേദനയെ കുറിച്ച്. 25 വർഷത്തോളമായ തലവേദനയാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് അവിടെ തൈലം വെച്ചപ്പോൾ ആ തൈലത്തിൽ നിന്ന് 3 തുള്ളി എൻ്റെ നെറ്റിത്ത് ഞാൻ പുരട്ടിയായിരുന്നു. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി യാത്ര ചെയ്തു. പിന്നെ ഇന്നേ വരെ എനിക്ക് അങ്ങനെ തലവേദന അതേമാതിരിയുള്ള തലവേദന വന്നിട്ടില്ല. അത് അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി തന്നു. അതിന് അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യണ എൻ്റെ ഫ്രണ്ടിൻ്റെ മകന് ജോലിക്ക് ഒരുപാടായി അവർ അന്വേഷിച്ച് നടക്കണം. 3-4-5 വർഷമായിട്ട് ജോലിക്ക് അന്വേഷിച്ച് നടന്നിട്ട് ശരിയായില്ല. അങ്ങനെ നടക്കുമ്പോൾ ഞാനിവിടെ നിയോഗത്തിൽ ആ മോൻ്റെ കാര്യം കൂടി എഴുതിയിരുന്നു. അപ്പോൾ അവന് ഇൻ്റർവ്യൂ, മാൾട്ടയ്ക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂവിന് 10-15 പേരുണ്ടായിരുന്നു. ആരും പാസ്സായില്ല, പക്ഷേ ഇവൻ പാസ്സായി. അത് മാതാവിൻ്റെ ധ്യാനം ഞാനിവിടെ യൂട്യൂബിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവനവിടെ ഇൻ്റർവ്യൂ ആയിരുന്നത്. ആ ഇൻ്റർവ്യൂവിന് അവൻ 15 പേരിൽ അവൻ മാത്രം പാസ്സായുള്ളൂ. അത് അമ്മ മാതാവ് അവന് പാസ്സാക്കി കൊടുത്തു. എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പച്ചനും ഒരു കോടി നന്ദി. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ, എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള പ്രായമായി കിടക്കണ അമ്മമാരെയും അപ്പന്മാരെയൊക്കെ പോയി കാണും. അമ്മമാർക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അതല്ലാതെ പിന്നെ രോഗികൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൈസ, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുപോയിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞാൻ എല്ലാ വീടുകളിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ കടകളിലും ഒക്കെ കയറി ഇറങ്ങി മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും മാതാവിനെക്കുറിച്ച് എനിക്കറിയണ രീതിയിൽ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണതും ജപമാല പ്രാർത്ഥിക്കണതും അതേപോലെ ബൈബിള് വായിക്കലും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നതിന് ശേഷം അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കലും അതുപോലെ ബൈബിൾ വായിക്കും എല്ലാം ചെയ്യും. ദൈവത്തിനോട് നമ്മൾ വിശ്വസ്തരായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഒന്നും തരാതിരിക്കില്ല. ദൈവത്തിനോട് വിശ്വസ്തരായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് അത് നടത്തി തരുന്നുള്ള ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ. 2 ദിനവൃത്താന്തം 16:9 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായവർ അവർ തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ മക്കളുടെ അടുത്തേക്ക് കർത്താവിൻ്റെ ദൂതനെ അയച്ച് എങ്ങനെയാണ് 8 വർഷമായിട്ട് വാടകയ്ക്ക് കഴിയുന്നു, ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഈ മകള് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടിയത് 13.5 സെൻറ്റ് സ്ഥലവും ഒരു നല്ല ഭവനവും. അതിന് 3000 രൂപ മാത്രമേ ഈ മകളുടെ കയ്യിലുള്ളൂ ആകെ അഡ്വാൻസ് കൊടുക്കുവാൻ. അമ്മയോട് ചോദിച്ചിട്ടല്ലേ അഡ്വാൻസ് കൊടുത്തത്? അതെ, മാതാവിനോട് ഞങ്ങൾ, മാതാവ് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഞാൻ ഈ പൈസ കൊടുത്തിട്ട് കൊടുക്കുകയാണ്, ഈ 3000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. എൻ്റെ അമ്മ മാതാവ് എല്ലാം എൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് ചെയ്തു തരണം, എനിക്ക് പറഞ്ഞു തരണം, തെറ്റാണെങ്കിൽ ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുക വേണം മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ആ ഒരു ചോദ്യവും പറച്ചിലുമൊക്കെ ഈ മകൾക്ക്, അതായത് ഈ മകള് ഇവിടെ വന്ന് അമ്മയെ ഈശോയെയും അറിയുന്ന കുഞ്ഞാണ്. എന്നിട്ട് ആ മകള് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുക. ആ ഒരു ചോദ്യമൊക്കെ തീർച്ചയായും അത് അമ്മ ഏറ്റെടുക്കുന്ന ഒരു ഭാവം തന്നെയാണ്. അതായത് അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്, നാം അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ ചോദിച്ച് തൻ്റെ പുത്രൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ച്